Welcome to Learn Next. സിംഹവും എലിയും. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുസൃതിക്കാരനായ ചുണ്ടെലി ഉണ്ടായിരുന്നു. ഒരു ദിവസം ചുണ്ടെലി കുസൃതി കാണിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ അബദ്ധത്തിൽ സിംഹത്തിന്റെ ഗുഹയിലെത്തി. സിംഹമാണെങ്കിലോ വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. ചുണ്ടെലി കുറുമ്പ് കാണിച്ച് ചാടി ചാടി നടക്കുന്നതിനിടയിൽ അറിയാതെ സിംഹത്തിന്റെ മുഖത്തേക്ക് ചാടി. അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്ന സിംഹം ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് ചുണ്ടെലിയെ ചാടിപ്പിടിച്ചു. തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചുണ്ടെലിയെ ഒറ്റയടിക്ക് വകവരുത്താനുള്ള ദേഷ്യം സിംഹത്തിനുണ്ടായിരുന്നു. സിംഹം ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി. ചുണ്ടെലി പേടിച്ച് കരയാനും തുടങ്ങി. എന്നിട്ട് സിംഹത്തോട് ഇങ്ങനെ പറഞ്ഞു: സിംഹരാജാവേ, എനിക്ക് അറിയാതൊരു അബദ്ധം പറ്റിയതാണ്. എന്നോട് ദയവായി ക്ഷമിക്കൂ. ഇന്ന് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ എന്നെങ്കിലും അങ്ങേക്കൊരാവശ്യം വന്നാൽ എനിക്ക് നിന്നെ സഹായിക്കാനാകും. ചുണ്ടെലിയുടെ വാക്കുകൾ കേട്ട് സിംഹത്തിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു: നീ എന്താ തമാശ പറയുകയാണോ? ഇത്തിരി കുഞ്ഞനായ നീ എന്നെ സഹായിക്കുമെന്നോ? സിംഹം വീണ്ടും ചിരിക്കാൻ തുടങ്ങി. പക്ഷെ പാവം ചുണ്ടെലി കരഞ്ഞപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. ചുണ്ടെലിയുടെ കരച്ചിൽ കേട്ട സിംഹത്തിന് ദയ തോന്നി ചുണ്ടെലിയെ വെറുതെ വിട്ടു. ചുണ്ടെലി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നമ്മുടെ സിംഹം വേട്ടക്കാരുടെ വലയിൽ കുടുങ്ങി. പാവം സിംഹത്തിന് വലയിൽ നിന്ന് പുറത്തു കടക്കാനും ആയില്ല. സിംഹം ഉറക്കെ അലറാൻ തുടങ്ങി. സിംഹത്തിന്റെ കരച്ചിൽ ആ വഴി പോയ ചുണ്ടെലി കേട്ടു. തന്നെ ജീവനോടെ വിട്ട സിംഹമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ചുണ്ടെലിക്ക് മനസ്സിലായി. ചുണ്ടെലി വേഗം സിംഹത്തിന്റെ അടുത്തെത്തി വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ചുണ്ടെലി ആ വലയെല്ലാം കടിച്ചു മുറിച്ച് സിംഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് സിംഹത്തോട് പറഞ്ഞു: സിംഹരാജാവേ, ഞാൻ അന്ന് അങ്ങയോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് അങ്ങയെ ആപത്തിൽ സഹായിക്കാൻ സാധിച്ചല്ലോ. സിംഹം ചുണ്ടെലിക്ക് നന്ദി പറഞ്ഞ് തിരിച്ചു തന്റെ ഗുഹയിലേക്ക് പോയി. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. Thank you for watching and subscribe.